How are you all? I hope you all are safe and fine. So today we are going to start a new chapter named Google Earth. നമ്മുടെ 9th ചാപ്റ്ററാണ് ഐ.ടിയിലെ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൂഗിൾ എർത്ത്. സോ നമ്മൾ SS-ലും ജിയോഗ്രഫി ക്ലാസ്സിലൊക്കെ നിങ്ങൾ മാപ്പിനെ പറ്റിയും ഗ്ലോബിനെ പറ്റിയൊക്കെ പഠിച്ചു കാണും. എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ മാപ്പ് ഗ്ലോബ് ഒക്കെ യൂസ് ചെയ്യുന്നത്? വിച്ച് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് എർത്ത് ആൻഡ് ഹെൽപ്പ് us ടു ഫൈൻഡ് പ്ലേസസ് ഓൺ ഇറ്റ്. എർത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഓരോരോ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പും എന്താ പറയുക ഗ്ലോബും ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലേ? ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ എ മാപ്പ് ഈസ് 2 dimensional, whereas the same information provided by a globe is 3 dimensional. അപ്പോൾ മാപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 2 dimensional ആണ്, പക്ഷേ ഗ്ലോബിൽ നിന്ന് കിട്ടുന്ന എന്താണ് 3 dimensional ആണ്. ഓക്കെ, സോ എ മാപ്പ് ഈസ് ഈസി ടു യൂസ് ആൻഡ് ഈസ് പോർട്ടബിൾ വേറസ് എ ഗ്ലോബ് ഈസ് നോട്ട്. അപ്പോൾ മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് പോർട്ടബിളാണ്, ഗ്ലോബ് അത്ര പോർട്ടബിൾ അല്ല. പോർട്ടബിൾ ആണ്, എന്നാലും നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്ന അത്ര ഈസി ആയിട്ട് ഗ്ലോബിനെ പോർട്ടബിൾ ആക്കാൻ പറ്റില്ല. സോ എ ഗ്ലോബ് ഈസ് ഓൾസോ നോൺ ആസ് ഡ്യൂപ്ലിക്കേറ്റ് എർത്ത് ആസ് ഇറ്റ് ഈസ് സ്പിരിക്കൽ ഇൻ ഷേപ്പ്. അപ്പോൾ ഗ്ലോബ് എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പിരിക്കൽ ഷേപ്പാണ്. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മുടെ ഗ്ലോബ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, which is similar to our earth. So between the two, globe is considered more accurate as it is miniature form of our earth. ഇപ്പോൾ നമ്മൾ ഈ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് എർത്ത് ഗ്ലോബാണ്. അപ്പോൾ എർത്തിൻ്റെ തന്നെ അതേപോലെ എല്ലാ ഡീറ്റെയിൽസും കാണുന്ന ഒരു ഇൻഫർമേഷൻ തരുന്ന പാർട്ടാണ് നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സോ എ ഗ്ലോബ് ഡസ് നോട്ട് പ്രൊവൈഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് എബൌട്ട് ഇൻ റീജിയൻ. അപ്പോൾ ഗ്ലോബിൽ നിന്ന് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു റീജിയനോ ആ റീജിയന് അടുത്തുള്ള ഏരിയാസൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ മൈന്യൂട്ടായിട്ട് അതിൻ്റെ ഏറ്റവും അടുത്ത് ഉള്ള ലോക്കലായിട്ടുള്ള ഏരിയാസും പ്ലേസസും ഒക്കെ കണ്ടുപിടിക്കാൻ ഗ്ലോബിൽ നിന്ന് പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിജിറ്റൽ മാപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ മാപ്സ് ആർ ദ മാപ്സ് ഇൻ വിച്ച് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ ഫോർ ഈസ് ഓഫ് ആക്സസ് ആൻഡ് അപ്ഡേറ്റിംഗ്. അപ്പോൾ ഡിജിറ്റൽ മാപ്പ് എന്ന് പറയുന്നത് എന്താ? ഈ എർത്തിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മളൊരു കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏത് പ്ലേസ് ആണോ വേണ്ടത് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് ഇൻഫർമേഷൻ പോലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഡിജിറ്റൽ മാപ്സ് കമ്പയർഡ് വിത്ത് പേപ്പർ മാപ്സ് ആർ as follows. പേപ്പർ മാപ്പും ഡിജിറ്റൽ മാപ്പും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. So digital maps can include any area. They are scalable. We can freely zoom in out of these maps. They are more accurate. They are more up to date. They provide a lot of extra information. They are interactive. They take up less place. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡിജിറ്റൽ മാപ്പിൻ്റെ അഡ്വാൻറ്റേജസ്. കൂടുതൽ ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, സ്കെയിലബിൾ ആണ്, നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും, ആക്യുറേറ്റ് ആയിട്ട് പറ്റും, അപ് ടു ഡേറ്റ്. ഇനി അഡീഷണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിനെ പറ്റിയുള്ള മോർ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാപ്പിലാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻറ്ററാക്റ്റീവ് ആണ്, കുറച്ച് സ്പേസ് മതി നമുക്ക് ഈ ഫുൾ എർത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ. Okay, but here in this chapter we will learn about our earth through an application devised by Google known as Google Earth. ഗൂഗിളിൻ്റെ ഒരു ഡിവൈസായ ഗൂഗിൾ എർത്ത് എങ്ങനെ യൂസ് ചെയ്യാം, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തരുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് എ വിർച്വൽ ഗ്ലോബ് വെയർ വി ക്യാൻ ഒബ്റ്റെയിൻ ആക്യുറേറ്റ് ഇൻഫർമേഷൻ ക്വിക്ക്ലി ഓൺ അവർ കമ്പ്യൂട്ടർ സ്ക്രീൻസ്. It is created with the help of images taken by the satellites, aerial photography and available geographic information. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? സാറ്റലൈറ്റ് പിക്ചേഴ്സ് ആണ് മെയിൻലി നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഏരിയൽ ഫോട്ടോഗ്രാഫീസും ജിയോഗ്രഫിക് ഇൻഫർമേഷനും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഗൂഗിൾ എർത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് ഗോയിങ് എനിവെയർ വി ക്യാൻ സീ ദ എൻറ്റയർ വേൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗൂഗിൾ എർത്ത്. We can climb the tallest mountains, dive into the world's deepest canyons, and even discover cities around the world. It is the world's most detailed globe. Google Earth is available on 3 different versions. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കണ്ട പോലെയുള്ള ഫീലിങ്സൊക്കെ നമുക്ക് ഗൂഗിൾ എർത്തിൽ നിന്ന് കിട്ടും. ഇതെല്ലാം ഒരു വിർച്വലാണ്, ഒറിജിനൽ അല്ല, ബട്ട് ഇറ്റ് ഗിവ്സ് എ ഫീലിംഗ് ദാറ്റ് വി ആർ
ഇൻ ദാറ്റ് പ്ലേസ് എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്ന ഒരു ഫീല് തരാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ എർത്ത്. നിങ്ങൾ നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ തന്നെ മാപ്പിൽ റൂട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ഗൂഗിൾ എർത്ത് എന്ന് പറയുന്നതിനകത്ത് കുറച്ചുകൂടി എങ്ങനെയാണോ ശരിക്കും എർത്തിൽ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 3 ടൈപ്സ് വേർഷൻസ് ഉണ്ട്. എർത്ത് ഓൺ വെബ്, മൊബൈൽ ആൻഡ് പ്രോ. നമ്മൾ നോക്കുന്നത് വെബിൽ എങ്ങനെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ തിയറി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണും ഇതെങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ടൈപ്പ് ദ സൈറ്റ് അഡ്രസ് http://google.com/earth എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ എർത്ത് എന്ന് ഡയറക്റ്റ് വെബിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു വിൻഡോസാണ് ആദ്യം ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ലോഞ്ച് എർത്ത് ഇൻ ക്രോം എന്ന ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടോ ഇവിടെയുണ്ട് ലോഞ്ച് ഇൻ എർത്ത് ക്രോം, ലോഞ്ച് ഇൻ ക്രോം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വരുന്ന വിൻഡോയാണ് ഇത്. ഗൂഗിൾ എർത്ത് ലോഡിങ് ഇൻ പ്രോസസ്സ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ലോഡിങ് ഇൻ പ്രോസസ്സ് എന്ന് കാണിക്കുന്ന സിമ്പിളാണിത്. ഇത് കഴിഞ്ഞിട്ട് ലോഡായി വരുന്നതാണ് നമ്മുടെ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്വേർഡ്, ഡൗൺവേർഡ്, ലെഫ്റ്റ് ടു റൈറ്റ് ഒക്കെ നമുക്ക് ഈ ഗ്ലോബിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതാണോ നമുക്ക് വേണ്ട ലൊക്കേഷൻ ആ ലൊക്കേഷനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടു എൻറ്റർ സ്ട്രീറ്റ് വ്യൂ. ഈ ഒരു ഓപ്ഷൻ ആ ഒരു ഏരിയയിലെ സ്ട്രീറ്റ് വ്യൂ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ. പിന്നെ ഫ്ലൈ ടു യുവർ ലൊക്കേഷൻ. ഇപ്പോൾ ഇതിൽ പ്രസ് ചെയ്യാൻ നമ്മളൊരു ലൊക്കേഷൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് പോകും. പിന്നെ ഈ ഗ്ലോബിനെ നമുക്ക് ഇവിടെ വെച്ചും ഇങ്ങനെ ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലിക്ക് ടു റീസെറ്റ് വ്യൂ, ഡബിൾ ക്ലിക്ക് ടു സ്വാപ്പ് ഫോർ ഗ്ലോബ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാം പഴയതുപോലെ റീസെറ്റായിട്ട് വരും. പിന്നെ ഇതിലുള്ള ഓപ്ഷൻസാണ് ഇതെല്ലാം. ആദ്യത്തേത് ഒരു മെനു ഓപ്ഷൻ. പിന്നെ നമുക്ക് പ്ലേസസ് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി സെർച്ച് ബട്ടൺ ഉണ്ട്. പിന്നെ ഉള്ളതാണ് വോയേജർ, ഐ ആം ഫീലിംഗ് ലക്കി, മൈ പ്ലേസസ്, ഷെയർ, മെഷർ ഡിസ്റ്റൻസ് ആൻഡ് ഏരിയ. ഇത്ര ഓപ്ഷൻസാണ് നമ്മൾ ഗൂഗിൾ എർത്തിലുള്ളത്. ഇത് ഓരോന്നും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മളിനി എങ്ങനെയാണ് ഗൂഗിൾ എർത്തിൽ ഒരു പ്ലേസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, so the most important feature of Google Earth is to find a location on the globe. To locate any place on the globe, we need to follow the steps. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്ലോബിൽ we should follow certain steps. So what are these steps? First one, നമ്മൾ ഗൂഗിൾ എർത്ത് ഓപ്പൺ ചെയ്യുക കമ്പ്യൂട്ടറിൽ. ദെൻ ക്ലിക്ക് ഓൺ ദ സെർച്ച് ഐക്കൺ. ഇതുപോലുള്ള ഐക്കൺ, ഈ സെർച്ച് ഐക്കൺ നമ്മൾ വിൻഡോസിലും ഡെസ്ക്ടോപ്പിലും ഒക്കെ കാണുന്നതാണ്. ഈ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളത് ആ പെർട്ടിക്കുലർ പ്ലേസ്. ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ബിഗ് ബെൻ ഇൻ ലണ്ടൻ എന്ന് പറയുന്ന ഒരു ഫേമസ് പ്ലേസ് ആണെങ്കിൽ റൈറ്റ് ദ പ്ലേസ് നെയിം ഓൺ ദ സെർച്ച് ബട്ടൺ, ദെൻ ക്ലിക്ക് എൻ്റർ ബട്ടൺ. Then the Google Earth will fly us to location and details about the place are displayed in the information box or knowledge box. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലേസിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു പ്ലേസിൻ്റെ ഒരു വിർച്വൽ വ്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ അതിന് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ലൊക്കേഷനൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ എർത്തിൽ സിമ്പിളായിട്ട് ഒരു പ്ലേസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഗൂഗിൾ എർത്തിലുള്ള ഒരു ഓപ്ഷനാണ് വോയേജർ. ഓക്കെ, വോയേജർ ഇസ് എ ഗൂഗിൾ എർത്ത് ഫീച്ചർ. ഇറ്റ് ഈസ് എ ഷോക്കേസ് ഓഫ് ഇൻറ്ററാക്റ്റീവ് ഗൈഡഡ് ടൂർസ്. നമ്മളൊരു എന്താ പറയുക, ഒരു ഗൈഡഡ് ടൂർ പോലെയാണ് ഈ വോയേജർ എന്ന് പറയുന്നത്. ഇത് ഗൂഗിൾ എർത്തിൻ്റെ ഒരു ഫീച്ചറാണ്. സോ വോയേജർ ബ്രിങ്സ് വിഷ്വലൈസേഷൻ ആൻഡ് ജിയോസ്പേഷ്യൽ സ്റ്റോറി ടെല്ലിംഗ് ടു ദ ഫ്രണ്ട് ഇൻ ദ റീഡിസൈൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഒരു നമ്മൾ ആ സ്ഥലം കാണുന്ന പോലെ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കതിൽ നിന്ന് കിട്ടും. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഫ്ലൈ ത്രൂ ലാൻഡ്മാർക്സ് ആൻഡ് സിറ്റീസ് ഇൻ സ്റ്റണ്ണിങ് 3D വ്യൂസ്. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒരു 3D വ്യൂവിൽ ആ സിറ്റിയുടെ ലാൻഡ്മാർക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ഒറിജിനലി എങ്ങനെയാണ് ആ പ്ലേസിൽ പോയാൽ കാണുന്നത് അതേപോലെ തന്നെ ഒരു ഫീലിങ്ങിലോട് കൂടി നമുക്കിതിൽ വ്യൂസ് എല്ലാം കാണാൻ പറ്റും. The first-hand street view of the place opens. We can see the world from a new point of view with Voyager.
which brings us one of a kind experience. Various classrooms activities are associated with it from partners like National Geographic and BPS. ഇപ്പോൾ നമ്മളൊരു പ്ലേസിൽ പോയി കാണുന്നത് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വേണോ അങ്ങനെയുള്ള ഒരു മിനിമം ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ വോയേജറിൽ നിന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നുണ്ടാ മനസ്സിലാവാത്ത, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിത് കാണും. അപ്പോൾ വി വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഗൂഗിൾ എർത്ത് ആദ്യം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വോയേജറിൻ്റെ ഓപ്ഷനുണ്ട്. ഇതാണ് വോയേജറിൻ്റെ സിമ്പിൾ. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾറെഡി അവർ എഡിറ്റേഴ്സ് സ്പീക്ക് എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. സോ അതല്ല, നിങ്ങൾക്ക് വേറെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി അവർ തന്നിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ കേട്ടോ, ഇനി ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അക്വേറിയം അറൗണ്ട് ദ വേൾഡ്, പിന്നെ ദ ഹൈ ഫീച്ചേഴ്സ് ഓഫ് ദ വീൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണ് ദ ലിറ്റിൽ ഇന്ത്യാസ് അറൗണ്ട് ദ വേൾഡ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അക്വേറിയംസ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദേ വിൽ ഷോ എ ഫോട്ടോസ്ഫിയർ വിത്ത് എ പിക്ചർ ഓഫ് ദ അക്വേറിയം. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അത് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് പോർഷനാണോ എടുത്തത്, അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അക്വേറിയത്തിൽ ഫോട്ടോ നിങ്ങൾ ശരിക്കും അവിടെ ചെന്ന് നിന്ന് കാണുന്ന പോലെയുള്ളൊരു ഫീലിങ്ങിൽ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങളെടുത്ത അക്വേറിയത്തിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ഏരിയ ഇവിടെയുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം അവർ എഴുതി വെച്ചിരിക്കുന്ന അതിനാണ് ഇൻഫർമേഷണൽ പാനൽ എന്ന് പറയുന്നത്. പിന്നെയാണ് നാവിഗേഷൻ ബട്ടൺസ്. അപ്പോൾ എന്താണോ അവിടെ തന്നെ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ ബട്ടൺസ് യൂസ് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏരിയയിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. നിങ്ങൾക്ക് യു ക്യാൻ ക്ലിക്ക് ഓൺ ദ നാവിഗേഷൻ ബട്ടൺ ടു മൂവ് forward to the next location. Okay, if you click on the back arrow on the photosphere panel, the Google Earth will fly us to the location of the aquarium on the globe. It will display the following scene. അപ്പോൾ നിങ്ങൾ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് അതിൻ്റെ ഗ്ലോബിലുള്ള പൊസിഷനിലേക്ക് ഇതേപോലെയുള്ള പൊസിഷനിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, ഇതിങ്ങനെയാണ് വോയേജറിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. Voyager has grouped similar pages under different tabs. 3 tabs ആണ് മെയിൻലി അതിലുള്ള. എഡിറ്റേഴ്സ് പിക്ക് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ലേയേഴ്സ് ഉണ്ട്. സോ വി ക്യാൻ എക്സ്പ്ലോർ എഡിറ്റേഴ്സ് റെക്കമെൻഡഡ് പ്ലേസസ് അണ്ടർ ദിസ് ടാബ്. ഗെയിംസ് മീൻസ് ഇറ്റ് അലൗസ് us to explore any play various quizzes and games. Layers means it allows us to explore various earth layers like hurricane, tsunami, volcanoes, watersheds. ഇങ്ങനെയുള്ള ഒരുപാട് ലേയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ എടുത്താൽ അതിനെക്കുറിച്ചുള്ള എൻറ്റയർ വേൾഡിൽ എവിടെയൊക്കെ ഈ സംഭവങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് സ്ട്രീറ്റ് വ്യൂ. ഇറ്റ് അലൗസ് us to discover the different countries and their street views. Nature means it allows us to explore different national parks around the world. എത്ര നാഷണൽ പാർക്സ് ഉണ്ടോ വേൾഡിൽ അതിനെക്കുറിച്ചുള്ള ഒരു സമ്മറി കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് കൾച്ചർ. ഇറ്റ് അലൗസ് us to explore different cultures around the world. Travel means it allows us to explore various locations recommended by travelers around the world. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. ഏത് ഓപ്ഷനാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് അവർ തരും. പിന്നെ എഡ്യൂക്കേഷൻ ആണെങ്കിലോ ഇറ്റ് അലൗസ് us to explore various educational communities around the world. ഇപ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റീസ് ഉണ്ടോ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ എന്താ പറയുക ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ തരും. ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഐ ആം ഫീലിംഗ് ലക്കി എന്നുള്ളൊരു ഓപ്ഷൻ. എന്താണ് ഐ ആം ഫീലിംഗ് ലക്കി എന്നുള്ളൊരു ഓപ്ഷൻ? Sometimes we want to explore a new location but we are not sure of the place. That time we can view something that Google select for us. അതായത് നമ്മൾ ചില സമയത്ത് ന്യൂ ലൊക്കേഷനിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അതെല്ലാം നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് ആ പ്ലേസിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഉറപ്പല്ല. ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് പക്ഷേ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കൊന്നും അറിയില്ല, പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞു കൊള്ളാമെന്നുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത് ഐ ആം ഫീലിംഗ് ലക്കി എന്നുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്ഷൻ നമ്മൾ നമ്മുടെ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ഗൂഗിൾ എർത്ത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് എന്താണ് ഇതാണ് നമ്മുടെ ഐ ആം ഫീലിംഗ് ലക്കി ഒരു 5 dots ഉള്ള ഐക്കൺ. അത് ക്ലിക്ക് ചെയ്യാം. ദിസ് ഐക്കൺ വിൽ ഡയറക്ട്സ് us to one of the 20,000 locations selected by Google based on the criteria like its beauty,
interest or educational values selects these locations. അപ്പോൾ ഗൂഗിളിൽ തന്നെ ഒരുപാട് ക്രൈറ്റീരിയസിനെ ബേസ് ചെയ്തിട്ട് കുറേ ഏരിയാസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 20,000 ലൊക്കേഷൻസാണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗൂഗിൾ എർത്ത് ഫ്ലൈസ് അസ് ടു ദാറ്റ് ലൊക്കേഷൻ ആൻഡ് an ഇൻഫർമേഷൻ ബോക്സ് വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ പ്ലേസ്. അപ്പോൾ നിങ്ങൾ ഏത് ലൊക്കേഷനാണോ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ബോക്സ് ഗൂഗിൾ എർത്ത് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്ത് തരും. If you find it interesting, we can learn more about the place by clicking on the information box and can share it with our friends. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് ലേൺ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ അകത്ത് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഐ ആം ഫീലിംഗ് ലക്കി എന്നുള്ളൊരു ഓപ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് my places. When we like any place, we want to explore it repeatedly to find the location easily again. We can save it under one my places. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നും സെർച്ച് ചെയ്യണമെന്നും തോന്നുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈ പ്ലേസസ് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു ബുക്കിൻ്റെ ഇൻഡെക്സ് എഴുതുന്ന പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡെക്സ് എടുത്താലേ സെർച്ച് ചെയ്യുന്നത്. അതുപോലെ മൈ പ്ലേസസ് നിങ്ങളുടെ സെലക്റ്റഡ് കാറ്റഗറീസ് എല്ലാം കൂടെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മൈ പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഹിയർ വി ക്യാൻ ഫൈൻഡ് ദ ലിസ്റ്റ് ഓഫ് ഓൾ അവർ ഫേവറേറ്റ് പ്ലേസസ് ക്വിക്ക്ലി. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സെർച്ച് ചെയ്യാം. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് ഓപ്പൺ ഗൂഗിൾ എർത്ത് ഓൺ വെബ്, സെർച്ച് ഫോർ ദ ലൊക്കേഷൻ ഫ്രം ദ സെർച്ച് പാനൽ. ആ സെർച്ച് പാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് സെർച്ച് ഫോർ ദ പാർക്ക് ഡിസ്നി ലാൻഡ് പാരീസ്. നിങ്ങൾ ആ ഡിസ്നി ലാൻഡിലെ പാരീസ് പാർക്കാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് സെർച്ച് ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോൾ ദ ലൊക്കേഷൻ ആൻഡ് ദ ഡിസ്പ്ലേസ് ദ ഇൻഫർമേഷൻ ബോക്സ്. ആ ഒരു ഡിസ്നി ലാൻഡ് പാരീസ് എന്ന് പറയുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ബോക്സ് കിട്ടും. ടു ആഡ് ദിസ് ലൊക്കേഷൻ ടു മൈ പ്ലേസ് ഫോൾഡേഴ്സ് ക്ലിക്ക് ഓൺ നമ്മുടെ മൈ പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ദ ലൊക്കേഷൻ ഗെറ്റ്സ് ബുക്ക് മാർക്ക്ഡ് ആൻഡ് ലിസ്റ്റഡ് അണ്ടർ മൈ പ്ലേസ് ഫോൾഡർ. അപ്പോൾ അതിലോട്ട് ഓട്ടോമാറ്റിക്കലി അത് മൈ പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആ ലിസ്റ്റിലോട്ട് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലിക്ക് ഓൺ സേവ് ബട്ടൺ. ഇപ്പോൾ എവിടെയാണ് അത് സേവ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം എൻ്റർ ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. സിമിലർലി വി ക്യാൻ ആഡ് മെനി ലൊക്കേഷൻസ് അണ്ടർ മൈ പ്ലേസസ്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ലൊക്കേഷൻ വേണമെങ്കിലും ഈ മൈ പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ആഡ് ചെയ്യും. സേവ് ചെയ്യേണ്ടതെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ തൊട്ട് എഴുതുന്ന ഡിസ്കാർഡ് ഓപ്ഷനുണ്ട്, ഡിസ്കാർഡ് ചെയ്ത് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ മൈ പ്ലേസസ് എന്ന് പറയുന്ന കാറ്റഗറി. നെക്സ്റ്റ് വൺ ഈസ് ഷെയറിംഗ് ലിങ്ക്. എന്താണ് ഷെയറിംഗ് ലിങ്ക്? ഈ ഏതെങ്കിലും ഒരു പ്ലേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയറിംഗ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓപ്പൺ ഗൂഗിൾ എർത്ത്. നെക്സ്റ്റ് സെർച്ച് ഓൺ ദി ലൊക്കേഷൻ. ഏതാണോ നിങ്ങൾക്ക് ലൊക്കേഷൻ വേണ്ടത് അത് സെർച്ച് ചെയ്യുക. ക്ലിക്ക് ഓൺ ഷെയർ ഐക്കൺ. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐക്കൺ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ഡിസ്പ്ലേസ് ദ ഫോളോയിങ് മെസ്സേജ് ബോക്സ്. അപ്പോൾ എവിടെയാണോ ഷെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ലിങ്കാണോ കിട്ടുന്നത്? ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ, ക്ലാസ് റൂം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കാണോ ഷെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇങ്ങോട്ടാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്? ഓക്കെ, we get the link of the location by clicking on its first option, get link, and then copy it by clicking on copy option. അപ്പോൾ ഈ ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഏരിയയിലേക്ക് നിങ്ങൾക്ക് അതിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഓപ്ഷൻസിലേക്കും നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി ഇതിൽ ലാസ്റ്റ് ഓപ്ഷനാണ് മെഷറിങ് ദ ഡിസ്റ്റൻസ്. എന്തായിരിക്കും? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഏതെങ്കിലും രണ്ട് പ്ലേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷറിങ് ദ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൊക്കേഷൻസ്. ഫോളോ ദ സ്റ്റെപ്സ്. Open the Google Earth on web, search for the location or select the location on the globe. On the left panel, click measure icon. ഈ measure ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. Google Earth will switch to a top down view. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് ഏത് പ്ലേസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പ് ഡൗൺ വ്യൂവിലേക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകും. ഓക്കെ, ഗൂഗിൾ എർത്ത് കൊണ്ടുപോകും. ഓക്കെ, എന്നിട്ട് എ മെസ്സേജ് ഗെറ്റ് ഡിസ്പ്ലേഡ് ഫോർ സെലക്ടിങ് ദി സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ആവും.
Click the maps to set the first measurement point and then drag the mouse to the second measurement point and left click on it. അപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ആ പൊസിഷനിലേക്ക് മൗസ് ഡ്രാഗ് ചെയ്യുക. പിന്നെ എന്താണ് നെക്സ്റ്റ് സെക്കൻഡ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ മൗസ് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഇസ് ഡിസ്പ്ലേ ഇൻ ദ ബോക്സ് ഓൺ ദ റൈറ്റ്. ആ രണ്ടിലും ഡിസ്റ്റൻസ് ഈ ബോക്സ് കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, ടു റിമൂവ് ദ പോയിൻറ്റ് ഓൺ ദ റൈറ്റ് ക്ലിക്ക് അൺഡു. ഇനി ഏതെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ അൺഡു ബട്ടൺ കണ്ടോ, ഈ അൺഡു ഓപ്ഷൻ, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി, അത് ബാക്ക് ആയി പോകും. ഇപ്പോൾ വേറെ പ്ലേസ് ആണ് സെർച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൺ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, for example, we want to know the distance between Eiffel Tower and Madame Tussauds London. Click on Eiffel Tower and from the list from. അപ്പോൾ നിങ്ങൾ ഈ ഏതെങ്കിലുമൊക്കെ ഇപ്പം നമുക്ക് അതിൽ പരിചയമില്ല, ഈഫൽ ടവറും മെഡാമി ടുസൻസ് എന്ന് പറയുന്ന ഒരു പ്ലേസ് നമ്മൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളത് രണ്ടും ക്ലിക്ക് ചെയ്യുക, ആ ഡിസ്റ്റൻസ് ഇവിടെ മെഷർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണെങ്കിൽ നിങ്ങളതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ, if you want to measure an area between 3 or more locations, we need to click and select the locations. A polygon is created. The area is displayed in the box on the right below the distance covered. അപ്പോൾ നിങ്ങൾ രണ്ടിലധികം ഡീറ്റെയിൽസ് പ്ലേസസ് തമ്മിലുള്ള ഇൻഫർമേഷനാണ് ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതൊരു പോളിഗൺ ഷേപ്പിൽ വരും. അവിടെ നിങ്ങൾക്ക് 2-3 ഏരിയകളുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ എർത്തിലെ ഓപ്ഷൻസും അത് നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ തീർന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.